ഹലോ വെൽക്കം ബാക്ക് ടു റിഷു വേൾഡ്. അപ്പം എന്താ മട്ടം റാത്തല്ലേ? എല്ലാവർക്കും അസ്സലാമു അലൈക്കും. പിന്നെ നമ്മളൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ നമ്മൾ കുറേ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കൊരു 1,00,000 ഫാമിലി നമുക്ക് ചെറിയൊരു കേക്കൊക്കെ മുറിച്ചിട്ട് നമുക്കൊരു ചെറിയ സെലിബ്രേഷൻ നടത്തണം എന്നൊക്കെ പറഞ്ഞതിന് സമയം പോയതും അല്ലെങ്കിൽ നമ്മളെ തിരക്ക് കാരണം നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല. ഇപ്പം ഏകദേശം 60,000 ഫാമിലി ആയിട്ടുണ്ട് യൂട്യൂബിൽ, അതേപോലെ നമ്മൾ ഇൻസ്റ്റയിലും 1,00,000 ഫോളോവേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് രണ്ടും കൽപ്പിച്ച് ഞാനും ഒരു കേക്കൊക്കെ വാങ്ങിയിട്ട് ഇവർക്കും നമ്മളെ അടുത്തൊക്കെ കൊടുത്ത് ചെറിയ സന്തോഷം എല്ലായിടത്തും എത്തിക്കാൻ നമ്മോട് കഴിയൂലല്ലോ. എന്നാലും നമ്മളെ കൈ എത്ര ദൂരത്തേക്കൊക്കെ നമുക്ക് കൊടുത്തിട്ട് നമ്മളൊരു സന്തോഷം അറിയിക്കാൻ എഴുതി. അപ്പം അമ്മച്ചിനോടോടും പോരണോന്ന് ഫുള്ള് ചോദിച്ചിട്ടില്ല. കേക്ക് വാങ്ങാൻ വരുന്നോന്ന് വേന്ന് പറഞ്ഞപ്പോൾ രണ്ടാളും മാറ്റാൻ പോയിട്ടുണ്ട്. വരണ്ടാന്ന് പറയാൻ വേണ്ടി നിന്നേന് അപ്പോക്കിന് മാറ്റി കഴിഞ്ഞിട്ടാ. എവിടേക്കമ്മ പോണേ? എന്നിട്ട് ഓൾക്ക് കേക്ക് കൊടുക്കണ്ട? ഓലെ സന്തോഷിച്ച് നമ്മള് രണ്ടാളും തിന്ന് തീർക്കും. അപ്പൊ നിങ്ങളെ എല്ലാരും ഈ എന്താ പറയാ കുറവുകളൊക്കെ ഞങ്ങൾ നികത്തുന്ന കാരണം കേക്കൊക്കെ തിന്നിട്ട് പിന്നെ ഞങ്ങൾക്കപ്പൊ കിട്ടഞ്ഞാ അപ്പൊ ഞങ്ങള് ജസ്റ്റ് ഒരു കേക്കൊക്കെ വാങ്ങിയിട്ട് നമ്മൾ നോക്കട്ടെ. കേക്ക് സ്റ്റുഡിയോയിൽ എവിടെയും പോയിട്ട് നല്ലൊരു കേക്ക് വാങ്ങിയിട്ട് ജസ്റ്റ് ഒന്ന് മുറിക്കട്ടെ. നമുക്ക് വീഡിയോസൊക്കെ ആയിട്ട് കൂടുതൽ വരാം. അപ്പം ഞങ്ങൾ ഇറങ്ങാണ്. അപ്പം ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവരും ഇനിയും തിരിച്ച് സപ്പോർട്ട് ചെയ്യാം. എല്ലാം ഇനിയും സപ്പോർട്ട് ചെയ്യാം. എന്താ പറയുക, അപ്പം ഒന്ന് പോയിട്ട് വരാം കേട്ടോ. അങ്ങോട്ട് വരിക. ചൊറുക്കിനെ കട്ട എൻ്റെ അമ്മ തന്നെ കേട്ടാ. എത്ര മാറ്റി പൊട്ടിയിട്ടാലും എൻ്റെ അമ്മച്ചിൻ്റെ അടുത്തേക്ക് ചെത്തൂല. കാരണം മാറി നിന്ന് കരഞ്ഞാളാ. സങ്കടമാണ് തീർന്നോട്ടെ കുറെ. ഇതെന്താ നിലമ്പൂർ അയലുമാളോ? അപ്പൊ നമ്മള് വണ്ടി കയറട്ടെ, പോയി നോക്കാം. വരുമ്പോത്തിന് മഴ പെയ്യുമെന്ന് പറഞ്ഞാണ്ട് അയലുമാളത്തെ ഡ്രസ്സൊക്കെ എടുത്താണ്ട് ഉള്ളിൽ കൊണ്ടുപോയിക്കാട്ടാ. ഇനി ഋതുവിനെ അവിടുന്ന് കൂട്ടിയിട്ട് വേണം നമുക്ക് ഇവിടുന്ന് പോവാന്. ഋതുവിടെ വാൽവാടി വിട്ടാണ്ട് നിൽക്കുന്നുണ്ടാവും. ഓനെയും കൂട്ടിയിട്ട് വേണം കൊണ്ടോട്ടി പോയി നോക്കാന്. പൊറുക്കി തീർന്നില്ല എപ്പോഴും. പോയേക്കാ ഇതുമോടെ കാത്തിക്കുണ്ടോ കേട്ടോ. മാണി ചിലപ്പോ ആമിയും കുട്ടിയാണ് ഓളെ വരേക്കോ. കമോൺ കമോൺ. എവിടെ ആരാ ചാവി എടുത്തനെ? അപ്പൊ നമ്മള് ഇറങ്ങാട്ടാ. ഇനി ഋതുമോണ്ട് അവിടെ വാലുവാടിയിൽ കാത്തിക്കണ്. അപ്പൊ ഓനും കൂട്ടിയിട്ട് വേണം നമുക്ക് പോവാന്. പോയി വെക്കാം. സമയം അവിടെ ഒറ്റക്ക് നിക്കാട്ടാ. പോയിട്ട് വരാം. ആക്കണട്ടാ. അങ്ങനെ കൂട്ടിയിട്ട് ഇത് മോന്റെ ടീച്ചറാട്ടായി. ഇനിയും പഠിപ്പിച്ച ടീച്ചറാണത് അംഗൻവാടിയുടെ. ടീച്ചർക്ക് എന്താ നമ്മളെ പ്രേക്ഷകരോട് പറയാനുള്ളേ? നമ്മളെ പ്രേക്ഷകരോട് എന്താ നിങ്ങൾക്ക് പറയാനുള്ളേ? ആ ഋതുമോനെ പറ്റി എന്താ പറയാനുള്ളേ? ഋതുസിനെ പറ്റി എന്താ പറയാനുള്ളേ? ആണോ? പോട്ടപ്പോ അപ്പൊ ബാലവാടിന്ന് അങ്ങനെ നമ്മള് ഇറങ്ങി. നമ്മളെ അതിസാഹസികമായ റോഡുകളാട്ടോ ഇനി കാണാനുള്ളത്. ഇവിടെ ഒരു കാര്യായിട്ടോ റോഡുമ്മക്ക് ചാടണീന് കമ്പി വെച്ച് കിട്ടുകയാണ്. കിട്ടത് തന്നെയാണ്. അത് ധാരാളം ജീവമാണെങ്കിൽ അതിപ്പോ കൈവരിയൊക്കെ വെച്ച് ഇപ്പൊ കെട്ടുന്നുണ്ട്. ഇപ്പൊ സേഫായി. മറ്റത് നമ്മള് എപ്പോഴും തോട്ടില് വെള്ളം കുടിട്ടാതെ അതായാലും മരിച്ചു. കാരണം അങ്ങനത്തെ റോഡ് അത് വേറെ കാര്യം. വെള്ളം കുടിച്ചാണ്ട് പോയാൽ ചിലപ്പോ അയക്ക് പോകും. അല്ലാത്തവർക്ക് വെള്ളം കുടിച്ചും ചെയ്യാം. അങ്ങനെ നമ്മൾ ചെറിയ ചുങ്കത്ത് എത്താനായിട്ടാ നമ്മൾ പോയി നോക്കാം. എവിടെ കേക്ക് സ്റ്റുഡിയോയിലോ അല്ലെങ്കിൽ കൊണ്ടോട്ടി വേറെ 15 അവിടെ ഒന്നും ഉണ്ട്. നല്ല ഷോപ്പിൽ നിന്ന് അതൊക്കെ നോക്കിയിട്ട് വാങ്ങാം. ഇങ്ങോട്ട് വെക്കുമ്പോ ഈ ഇമ്മാനോട് ഈ സ്റ്റാൻഡ് പിടിച്ചാൽ കല്യാണ പതില് മറ്റേ ചോറ് വെപ്പാറ് കല്ല് വെക്കണ മാതിരി അങ്ങോട്ട് ഇങ്ങോട്ട് മര്യാദക്ക് വെക്കേ കാണണ്ടപ്പോ. ഇമ്മ വരുമ്പോ വേറെ ഇതല്ലേ നെട്ടിന് മഫ്ത മറ്റത് മൊക്കന അവിടെ ഒഴിവാക്കിയേ.
അപ്പൊ ഇനി വല്യമ്മ വേണ്ട വെച്ചിട്ട് ആ, അപ്പൊ ഇനി- വീഡിയോയില് ഏതെങ്കിലും കൂടെ വല്യമ്മ ചോദിച്ചേക്കാൻ വേണ്ടിട്ട് ഓടി കാണുന്നില്ല മക്കനോട് തന്നെയല്ലേ തട്ടട്ടതാണല്ലേ ആ തട്ടിട്ടും മക്കനോട് ഒട്ടുകാരും മൈ തന്നെയാണല്ലോ മാറ്റമൊന്നുമില്ലല്ലോ. അപ്പൊ ഞങ്ങള് ഏകദേശം ഇവിടെ കൊണ്ടോട്ടിക്ക് എത്താനായിട്ടാ മേലങ്ങാടി എത്തി. അപ്പൊ ഏതായാലും അവിടെ പോയി നല്ല ലേറ്റ് ആവും അറിയില്ല. നമ്മള് പറഞ്ഞു ഓർഡർ ചെയ്തൊന്നല്ലോ ചെന്നിട്ട് വാങ്ങണം. അപ്പം എന്തായാലും ഒരു അരമണിക്കൂർ എന്തായാലും കഴിയാന്ന് വിചാരിക്കണം. അവിടെ എത്തിയിട്ട് നമുക്ക് കാണട്ടാ. കൊണ്ടോട്ടിക്ക് എത്തിയിട്ട് എത്തമ്മാ പോയത് എയറോപ്ലെയിനോ അത് എന്താ അറിയില്ല പറയുമ്പോൾ തന്നെ നല്ലീനല്ലേ കേട്ടോ. മാഷാ അല്ലാഹ്. കുറച്ച് റബ്ബ് 2 ചക്രം ഉള്ളൂ. എന്നാൽ അങ്ങനെ പോകരുതിട്ട് നമുക്ക് കാണുമ്പോ തന്നെ ബേജാറാവണ് ഓരോരുത്തരെ പോക്ക് കാണുമ്പോ. പിന്നെന്താ പിന്നെ വേറെന്താ ഏതായാലും നമ്മളെ ആഗ്രഹം നമ്മളൊന്ന് നിറവേറ്റാൻ പോവുകയാണ്. നമ്മളിതുവരെ നിങ്ങളൊക്കെ എല്ലാരും കൂടി നമ്മൾക്ക് ഒരു സന്തോഷം നോക്കണ്ടേ. അപ്പൊ ഇതിന് പോവുകയാണ്. പിന്നെന്താ വീഡിയോ കോളിലാ ഇതിനെന്താ വീഡിയോ കോളില്ല. അത് വ്ളോഗ് ഇന്ന് പുതിയ വ്ളോഗറാട്ടാ. അത് ശരി. അപ്പൊ പഠിപ്പിച്ചു കൊടുത്തേ ഇങ്ങനെ മുണ്ടാത്ത നിങ്ങളെല്ലാം സംസാരിക്കട്ടല്ലോ, ബൈക്കെല്ലാരും പോകുമ്പോ ഞാന് പോരാൻ വിചാരിച്ചതല്ല. പിന്നെ ഇമ്മ പോന്നില്ലെന്ന് ചോദിച്ചില്ല. അപ്പം ഇവര് വിചാരിച്ചില്ലേ ഇവര് എന്താ നല്ല മട്ടത്ത് നിന്നാണ്ട് ഇപ്പം വെച്ചാണ്ട് ഇവര് ബാക്കോട്ട് നിന്ന്. അങ്ങനെ ആരും ചോദിച്ചില്ല. കേക്ക് വാങ്ങാൻ അമ്മ പോന്നില്ല ചോദിച്ചില്ല. അല്ല സന്തോഷം ആയിക്കോട്ടെ വെച്ചാൽ ഞാനും പോകുന്നതാണ്. സന്തോഷല്ലേ അല്ലട്ടോ അമ്മച്ചില്ലാണ്ടായി. നമ്മള് തുടക്കത്തിലെ മെച്ചുണ്ടല്ലേരും കേക്ക് ഇതാരെ ഉറങ്ങണേ. അംഗനവാടിന്ന് കൊണ്ടുപോരാണ്. അതിനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ചെറിയതല്ലേ. പിന്നെ ആലു ഏതപ്പോ നോക്കിട്ട് കറുപ്പ പച്ച ചാണപ്പച്ച ഇല്ല. അതാ 3-4 സൈസ് ആലുവ കടയിലൊക്കെ. ഇത് ബ്ലാക്ക് ഫോറസ്റ്റ് ഒന്നും നല്ല ഒന്നുണ്ടല്ലേ ടേസ്റ്റ്. എല്ലാം ഓരോ കഷ്ണം മുറിച്ച് നോക്കിയാണ് ഇമ്മ. അത് കുഴപ്പമില്ല. എന്റെ പേര് പറഞ്ഞാൽ മതി. നിങ്ങളെ കണ്ടപ്പോൾ മനസ്സിലായി. കട മാത്രല്ല കേട്ടോ, അവിടെ ഉണ്ട് ബ്ലാക്കും വൈറ്റ് എല്ലാവിധ ഡിസൈനും മോഡലും ഓർഡർ അനുസരിച്ചൊക്കെ ഇവർ ഉണ്ടാക്കി കൊടുക്കൂട്ടാ. ഒടുവിൽ നമ്മൾ ഒരു കറുപ്പ് ഒരു വെളുപ്പും വാങ്ങിയിട്ട് ബ്ലാക്ക് ഫോറസ്റ്റും വൈറ്റ് ഫോറസ്റ്റും. മാത്രം മതി. സ്പെല്ലിംഗ് അറിഞ്ഞ് അവളോട് ചോദിച്ചോളട്ടാ. എന്താ ചോദിച്ചേ? സലോ ഡ്രസ്സൊക്കെ വേണം അടിയിൽ. ആരെ അയക്ക് എഴുതാനുള്ള പേരാണ് എഴുതിയത് അവിടെ. ഇതെന്താ ഇത് കമ്മിറ്റി പെടൂല. ഇതോടെ വെച്ചോ. ഇനി 2 കേക്ക് വാങ്ങിയാൽ ഇപ്പൊ ഫ്രീ ആയിട്ട് തരുവാണ്. ഫ്രീ ആ പെട്ടിയുണ്ട്. പെട്ടിയും കത്തിയൊക്കെ ഉണ്ട്. ഫ്രീയോ ഇവിടെ തന്നെ ഉള്ളു. അവിടെ ഉള്ള അങ്ങനെ നമ്മള് കേക്ക് വാങ്ങി പെരേക്ക് പോട്ടോ. മുറ്റത്തുനിന്ന് ചെരുപ്പ് ഇട്ട് കഴിഞ്ഞാൽ 1000 ചെലവാ. ഇവലൊക്കെ അങ്ങാടി ബൈക്കുകൾ നടക്കണമാര് അവിടെ കൊണ്ടോട്ടി നടന്നൊരു സംഖ്യ ചെലവാക്കിയേക്കണം. ഏതായാലും കായ് പോണേന് കണക്കില്ലോട്ടിക്കൂളി. അങ്ങനെ നമ്മൾ തിരിച്ച് പൊരേക്ക് പോവാണ്. ഏകദേശം സാധനങ്ങളൊക്കെ മേടിച്ച് നമ്മ ചൊറുക്കൂടിയാ. അപ്പൊ കളിയാക്കി ചിരിച്ചാ മോനെ. അങ്ങനെ നമ്മള് വീട്ടിലെത്തി കേട്ടാ. നമ്മളിനി കേക്ക് മുറിക്കാലോ. ഇതാണ്ടാ പണ്ടാരോ പറഞ്ഞാല് ഇറച്ചിക്ക് പോകാൻ അവിടെ ഇറച്ചും ചത്ത് ഇവിടെ ഉള്ളതെന്ന് ഉടഞ്ഞും ചത്ത് പറഞ്ഞാല് കേക്ക് മുറിച്ചാൽ തോന്നി കരണ്ട് പോയി. ഇപ്പൊ കരണ്ടിന് കാത്തു നിൽക്കാം. ഈ സ്ഥിതിയിലോട് വരുമ്പോ കുറച്ച് കരണ്ട് കൊണ്ടുവരാൻ പറഞ്ഞു. ഈ ചങ്ങായാണ് കയ്യും വീശി പോകുന്നാണ്. ഏതായാലും കുറച്ചുകൂടി കാത്തു വെക്കല്ലോ.
എല്ലാരും കൂടി തോരുന്നോളി ചൊല്ലിക്കോളി 3 സ്ഥലത്ത് കരണ്ട് വരാൻ വേണ്ടി. ആ 9 മണി ആവണം കാത്തിക്ക കഴിഞ്ഞിട്ട് 9 മണി വരെ നമ്മള് കാത്തിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മള് കരണ്ട് വരില്ലോ കരണ്ട് ഇപ്പൊ വരുമോ മോൻ പറയണ ഞാൻ ഒരു അതുമില്ല വരുന്ന ഉറപ്പല്ലേ. കണ്ട കുട്ടികൾക്കൊക്കെ കേക്ക് കൊണ്ടുപോയി കൊടുക്കാനൊക്കെ വേണ്ടി നിന്നാണ്. അവരൊക്കെ ഉറങ്ങിണ്ടാവും ചോറ്. എന്നാ വരിമ്മ നിങ്ങള് യൂട്യൂബ് മുറിച്ചോളി, ഇൻസ്റ്റാഗ്രാം ഞാനും മുറിച്ചാ വരി. ഇതന്നെ മതിടാ, ഇതന്നെ മതി. കറണ്ട് ഇല്ലാത്ത കാരണം എമർജൻസി വെച്ചാണ്ടാണ് കറണ്ട് ഇല്ലാത്ത കാരണം നമ്മള് 50-50 ഫോളോവേഴ്സ് ആയിട്ട് ചെറിയൊരു കേക്ക് മുറിക്കാട്ടാ. ഇത് മൂസാക്കി കൊണ്ടുവരണ്ടേ ക്ലാസിക്കോ? അത് ശരി പോക്കടാ. ഇതിനും കുറച്ചുകൂടെ മറ്റേ കൊതിയുണ്ട്. ആ ചെറുക്കനെ കൊടുക്കട്ടോ, ചെറുക്കനെ കൊടുക്ക. എന്റെ നാട്ടില് അല്ല എനിക്ക് മതി, കുറച്ച് മതി.